قال الله تعالى في قرآنه الكريم: وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഹറം മാസത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലവും മുഹറം മാസത്തിലെ നോമ്പിൻ്റെ ശ്രേഷ്ഠതയും മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പലായനത്തിൻ്റെ ലഘുവായ ചരിത്രവുമായിരുന്നു കഴിഞ്ഞ ഖുതുബയിലൂടെ സൂചിപ്പിച്ചത്. മുഹറം മാസത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ പലായനങ്ങളുടെ അഥവാ ഹിജ്റകളുടെ ഒരു ചരിത്രമാണ് ഓർമ്മയിലേക്ക് വരിക. ലോകത്ത് വന്ന പ്രവാചകന്മാർ, അവർ പ്രബോധനം ചെയ്ത പ്രബോധിത സമൂഹങ്ങൾ, അവരൊക്കെയും പലായനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം ജനിച്ചത് ഇറാഖിലാണ് എങ്കിലും ഇന്നത്തെ പശ്ചിമേഷ്യ മുഴുവൻ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ, അതിൻ്റെ പ്രബോധന ആവശ്യാർത്ഥം. ഇതേപോലെ യൂസഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പലായനത്തിൻ്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ സവിസ്തരം അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പലായനത്തിൻ്റെ ചരിത്രം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്നു മാത്രമല്ല, മുഹറം മാസം ആയി കഴിയുമ്പോൾ നമ്മളൊക്കെയും ഓർക്കുന്ന, സ്മരിക്കുന്ന ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആശൂറ നോമ്പിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹമാണ് കടന്നു വരിക. മുഹറം മാസത്തിന് തൊട്ടു മുമ്പുള്ള മാസം ദുൽഹിജ്ജ മാസം ആയിരുന്നു, ഹജ്ജിൻ്റെ മാസം. ഈ ഹജ്ജിൻ്റെ മാസങ്ങളിൽ നമ്മൾ സ്മരിക്കുന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരുന്നു. ഹജ്ജിൻ്റെ മാസം കഴിഞ്ഞ് മുഹറം മാസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്ന പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. ആ ഒരു ചരിത്രം കഴിഞ്ഞ ഖുതുബയിലൂടെ പ്രതിപാദിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ഈ പലായനം നടന്നിട്ടുണ്ട്. എന്നു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പലായനമാണ് ഇസ്ലാമിനെ അതിൻ്റെ സമ്പൂർണതയിലേക്ക് എത്തിച്ചത്. നമുക്കേവർക്കും അറിയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്നു. ഏതാണ്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. ശത്രുക്കൾ പല രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്.
ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ അത് അടങ്ങിയിട്ടുണ്ട്. സൂറത്ത് അൻഫാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 30-ാമത്തെ ആയത്താണ്. വഇദ് യംകുറു ബികല്ലദീന കഫറു, സത്യനിഷേധികൾ നിനക്കെതിരെ തന്ത്രം മെനഞ്ഞു. ആ തന്ത്രങ്ങളെ 3ആയിട്ട് അള്ളാഹു തിരിച്ചു. ഒന്നാമത്തെ തന്ത്രം ലിയുസ്ബിതൂക, നിന്നെ ബന്ധിക്കുക അഥവാ നിന്നെ തടവിൽ പാർപ്പിക്കുക. ഔ യഖ്തുലൂക, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുക. ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ നിന്നെ നാടുകടത്തുക, പുറത്താക്കുക. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് നടപ്പിൽ വരുത്താനായിട്ട് സത്യനിഷേധികൾ തന്ത്രം മെനയുന്നു. പക്ഷേ ആ തന്ത്രത്തെ സംബന്ധിച്ച് അതിന്റെ ബാക്കിയുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് വയംകുറൂന, അവർ തന്ത്രം മെനഞ്ഞു, പക്ഷേ വയംകുറുല്ലാ, അള്ളാഹുവും തന്ത്രം മെനഞ്ഞു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രശാലികളിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹു തന്നെ. ഈ ഒരു ആയത്തിലൂടെ പ്രവാചകരും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളും അനുഭവിച്ച പ്രതിസന്ധി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത് നബിയെ മാത്രം അല്ല, മുസ്ലിങ്ങളെ മുഴുവൻ, പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട്, സാമൂഹികമായിട്ട്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾ, അവരൊക്കെയും കൊടിയ മർദ്ദനങ്ങളാണ് അനുഭവിച്ചത്. അത് വിവരിക്കാൻ നമുക്കിവിടെ സമയമില്ല. ഈ ക്രൂരമായ മർദ്ദനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമീപിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടുക. അബുസീനിയ എന്ന ഒരു രാജ്യമുണ്ട്, അഥവാ ഇന്നത്തെ എത്യോപ്യ എന്ന ഒരു ആഫ്രിക്കൻ രാജ്യമുണ്ട്. ആ രാജ്യത്തേക്ക് നിങ്ങൾ പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ഇതാണ്, ലൗ ഖറജ്തും ഇലാ അർളിൽ ഹബിഷ. ഹബിഷ എന്ന ആ രാജ്യം, അതിന് അറബിയിൽ പറയുന്ന പേരാണ് ഹബിഷ അഥവാ എത്യോപ്യ അഥവാ അബുസീനിയ. അവിടേക്ക് നിങ്ങൾ പുറപ്പെടുക. ഫഇന്ന ബിഹാ മലികൻ ലാ യുദ്ലം ഇൻദഹു അഹദുൻ, ആരെയും പീഡിപ്പിക്കാത്ത നീതിമാനായ ഒരു രാജാവ് അവിടെയുണ്ട്. വഹിയ അർളു സിദ്ഖ്, സത്യം പുലർന്ന സത്യസന്ധതയുള്ള ഒരു നാടാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു എളുപ്പം, നിങ്ങളുടെ ഈ പ്രയാസങ്ങൾ മാറ്റുന്നത് വരെ നിങ്ങൾ അവിടേക്ക് പുറപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറയുന്നു. പ്രവാചകന്റെ സ്വഹാബിമാർ ഒറ്റയും തെറ്റയുമായിട്ട് അബുസീനിയ അവിടേക്ക് പുറപ്പെടുന്നു. ആദ്യം പുറപ്പെട്ടത് 11 പുരുഷന്മാരാണ്, 4 സ്ത്രീകളാണ്. പിന്നീട് അത് 83 പുരുഷന്മാരും 11 സ്ത്രീകളുമായിട്ട് അവർ അബുസീനിയയിലേക്കെത്തി, ഹബിഷയിലേക്കെത്തി. ഈ പലായനത്തെ നമ്മൾ ഏത് രൂപത്തിലാണ് കാണുക? ഇതൊരു ടൂർ പാക്കേജ് അല്ല, മറിച്ച് ഒരു പലായനമാണ് അഥവാ ഹിജറയാണ്. ഈ പറയുന്ന 83 സ്വഹാബിമാർ, അതിൻ്റെ കൂടെ 11 സ്വഹാബി വനിതകൾ, ബാക്കിയുള്ളവര് പലായനം ചെയ്തില്ല. അതിന്റെ കാരണം സാമൂഹ്യമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ അവർക്കവിടെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്തത് കൊണ്ടാണ് അവർ പലായനം ചെയ്യാതിരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ പലായനം ചെയ്തത്. ഈ പലായനത്തെ നമ്മൾ ഏത് രൂപത്തിലാണ് കാണേണ്ടത്? അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആ ഒരു സമർപ്പണമാണത്. ഖുറൈശികൾ, സമ്പന്നരായ ഖുറൈശികൾ അവരെ സമീപിച്ചിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് തരാം, നിങ്ങൾക്ക് എന്തു വേണം അതൊക്കെ ഞങ്ങൾ തരാം, നിങ്ങൾ ഈ ആദർശത്തിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കണം, നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കരുത്, നിങ്ങൾക്ക് എന്തു വേണം ഞങ്ങൾ തരാം, സ്വർഗതുല്യമായ ഒരു ജീവിതം ഞങ്ങൾ സമ്മാനിക്കാം. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അവസാനം അവർ സമ്പാദിച്ചത് കുറച്ചാണെങ്കിലും അതിട്ടേച്ച് എത്യോപ്യയിലേക്ക് അവർ പുറപ്പെടുന്നു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവർ പുറപ്പെട്ടത്. അപ്പോൾ പലായനം എന്നത് വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടിയുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. അഥവാ ഈ ആദർശത്തെ വിജയിപ്പിച്ചെടുക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ
ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടും ആഗ്രഹമായിട്ടും വരേണ്ടത്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് മാറേണ്ടത് ഈ ആദർശത്തിൻ്റെ വിജയമായിരിക്കണം. താൻ വിശ്വസിക്കുന്ന ഈ ആദർശത്തിൻ്റെ വിജയം, അതിനെ ഈ ഭൂമിയിൽ സ്ഥാപിക്കണം. അത് സ്ഥാപിക്കപ്പെട്ടതൊന്ന് കാണണം, അത് കാണാനുള്ള ഒരാഗ്രഹം. താൻ വിശ്വസിക്കുന്ന ആദർശം ഈ ഭൂമിയിൽ പടർന്ന് പന്തലിച്ച് അതിൻ്റെ എല്ലാ സമ്പൂർണതയിൽ അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ഒരു സത്യവിശ്വാസിക്ക് കാണുവാൻ സാധിക്കണം. അത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവൻ സമ്പത്തിനേക്കാളും പ്രൗഢിയേക്കാളും ജനിച്ച നാടിനേക്കാളും വീടിനേക്കാളും അവൻ ആഗ്രഹിക്കുന്നത് അതായിരിക്കണം. അതായിരുന്നു സ്വഹാബിമാർ നമുക്ക് നൽകിയ സന്ദേശവും അതാണ്. അങ്ങനെ ഈ പാവപ്പെട്ട സ്വഹാബിമാർ എത്യോപ്യയിലേക്ക് പുറപ്പെട്ടു. അവിടുത്തെ രാജാവിൻ്റെ പേരാണ് നജ്ജാഷി അഥവാ നേഗസ് ചക്രവർത്തി. അദ്ദേഹം അഭയാർത്ഥികളായിട്ട് അവരെ സ്വീകരിച്ചു. ആ നാട്ടിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കെ മക്കയിൽ വലിയ ചർച്ചകളാണ് നടന്ന ചർച്ചകൾ ഇതാണ്: നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പറയുന്ന ആളുകൾ പുറപ്പെട്ടത് നമുക്ക് തീരാ നഷ്ടമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരണം. അവര് പുറപ്പെട്ടത് കേവലം വ്യക്തികളായിട്ടല്ല, മറിച്ചൊരു ആദർശവുമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ മുളയ്ക്കാത്ത ഈ ആദർശം അവിടെ പോയി മുളച്ച് പടർന്ന് പന്തലിച്ച് നമുക്ക് തന്നെ പ്രശ്നമായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പുറപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരിക. ഖുറൈശികൾ ചർച്ച നടത്തി വളരെ പ്രഗത്ഭരായ 2 വ്യക്തികളെ ആ ചുമതല ഏൽപ്പിച്ചു. ഒന്നാമത്തെ വ്യക്തി അബ്ദുല്ലാഹിബിൻ അബി റബീഅ ആയിരുന്നു. രണ്ടാമത്തെ വ്യക്തി പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈ അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്: ഒരു കാര്യം ഏൽപ്പിച്ചു വിട്ടാൽ അത് പൂർത്തീകരിക്കാതെ അദ്ദേഹം തിരിച്ചു വരികയില്ല. വളരെ സമർത്ഥമായി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അതിൻ്റെ സമ്പൂർണതയിൽ അതിനെ വിജയിപ്പിച്ചെടുത്തിട്ടേ അദ്ദേഹം തിരിച്ചു വരികയുള്ളൂ. അത്ര കഴിവുള്ള പ്രഗത്ഭനായ ഒരു ഖുറൈശി നേതാവായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിലൂടെയാണ് ഈജിപ്ത് അഥവാ ഫലസ്തീൻ, അതേപോലെ ജോർദാൻ ഒക്കെ ഇസ്ലാമിന് വഴിപ്പെട്ടത്. അത് മറ്റൊരു ചരിത്രമാണ്. ഈ 2 വ്യക്തികളെയാണ് പറഞ്ഞു വിട്ടത്. ഇവർ എത്യോപ്യയിലേക്ക് ചെന്നു, നജ്ജാഷിയെ കണ്ടു. നജ്ജാഷിയോട് അവിടെയുള്ളവരോടൊക്കെയായിട്ട് ഈ 2 പേർ പറഞ്ഞ വാക്കിനെ ചുരുക്കി പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, അവരാകട്ടെ വളരെ മോശപ്പെട്ടവരാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ടെററിസ്റ്റുകളാണ്, ഇവിടേക്ക് വന്നിരിക്കും. നിങ്ങളുടെ രാജ്യത്തിനും ഈ നാടിനും അവർ ആപത്താണ്. എത്രയും പെട്ടെന്ന് അവരെ ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കണം. നജ്ജാഷിയോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് കൊട്ടാരത്തിലെ വേണ്ടപ്പെട്ടവരെ ഒക്കെ ഇവർ സ്വാധീനിച്ചിരുന്നു. ഇത് കേട്ടപാടെ നജ്ജാഷി നേഗസ് ചക്രവർത്തി ഇവരെ വിളിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഖുറൈശികൾ വന്ന വിവരം മുസ്ലിങ്ങൾ അറിഞ്ഞിരുന്നു. അവർ യോഗം ചേർന്നു. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അവരെടുത്ത തീരുമാനം, നമുക്ക് സത്യം മാത്രം പറഞ്ഞാൽ മതി, ഒരു നുണയും നമ്മൾ പറയേണ്ടതില്ല. നമ്മൾ എന്തിനു വന്നു, നമ്മൾ ആരാണ്, വളരെ കൃത്യമായി സത്യസന്ധമായി നമ്മൾ ഉത്തരം പറയുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനത്തെ നമ്മൾ അംഗീകരിക്കുന്നു. രാജകൊട്ടാരം ഒരുക്കപ്പെട്ടു. രാജകൊട്ടാരത്തിൽ എല്ലാവരും വളരെ പ്രൗഢിയോടെ വന്നിരുന്നു. രാജ്യം ഭരിക്കുന്നവര്, മന്ത്രിമാര്, ഉദ്യോഗസ്ഥര്, അതേപോലെ ചക്രവർത്തി, എല്ലാവരും നിൽക്കാലെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയാണ് അവരെ ഏൽപ്പിച്ചത്. താങ്കളായിരിക്കണം ഉത്തരം പറയേണ്ടത്. രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു? ഈ വന്നിട്ടുള്ള ഖുറൈശി പ്രമുഖർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മക്കയിലെ നേതാക്കന്മാരാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെയും സത്യമാണോ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയല്ല. അദ്ദേഹം ആടുകളെ മേച്ച് നടന്ന ആട്ടിടയനായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിച്ച ഒരു സഹാബി,
സ്വന്തമായിട്ട് സമ്പാദ്യമില്ലാത്തത് കൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നത്. പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ആട്ടിടയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാം. ഈ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, പറയത്തക്ക വേഷഭൂഷാദികളില്ലാതെ, ആഡംബരത്തിന്റെ ഒന്നും തന്റെ ശരീരത്തിലില്ലാതെ, ലളിതമായ പറയത്തക്ക സൗന്ദര്യമില്ലാത്ത ഒരു വേഷം ധരിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിന്റെ നടുത്തളത്തിലേക്ക് വന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി അദ്ദേഹം നടത്തിയ പ്രസംഗം ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ലുൽ ജാഹിലിയ, ഞങ്ങളൊക്കെയും അജ്ഞരായ ജനങ്ങളായിരുന്നു, വിവരമില്ലാത്ത അജ്ഞരായ ജാഹിലീങ്ങളായ ജനങ്ങളായിരുന്നു. നഅ്ബുദുൽ അസ്നാം, കല്ലുകളെയും പാറകളെയും മണൽത്തരികളെയും ഞങ്ങൾ ദൈവങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് ആരാധിച്ചിരുന്നു. വനഅ്കുലുൽ മയ്യിത്ത്, ഞങ്ങൾ ശവം തിന്നിരുന്നു, പച്ചമാംസം അഥവാ അറുക്കാത്ത പച്ചമാംസം ഞങ്ങൾ തിന്നിരുന്നു. ഞങ്ങൾ ഫവാഹിഷ, മ്ലേച്ഛമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു. വനഖ്തഉൽ അർഹാം, ഞങ്ങൾ കുടുംബ ബന്ധങ്ങളെ മുറിച്ചിരുന്നു. ഞങ്ങൾ ജവാറ, ഞങ്ങൾ അയൽവാസികളെ ദ്രോഹിച്ചിരുന്നു. ഞങ്ങളിൽ ശക്തരായ ആളുകൾ ഞങ്ങളിൽ ദുർബലരായ ആളുകളെ പീഡിപ്പിച്ചിരുന്നു. ഫകുന്നാ അലാ ദാലിക ഹത്താ നബഅസ അല്ലാഹു റസൂലൻ മിന്നാ, അങ്ങനെ ഇരിക്കെ ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ അല്ലാഹു അയച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏതാനും ചില വാക്കുകളാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഉദ്ധരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അയൽവാസികളെ ആദരിക്കാൻ തുടങ്ങി, ഞങ്ങൾ സത്യസന്ധരായി മാറി, ഞങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ തുടങ്ങി, കല്ലുകളെയും മരങ്ങളെയും മണൽത്തരികളെയും ആരാധിക്കുന്നതിനെ തൊട്ട് ഏകനായ അല്ലാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ജനം ഞങ്ങളെ ആക്ഷേപിച്ചു, ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെ ദ്രോഹിച്ചു, ഞങ്ങളിൽ രക്തസാക്ഷികൾ ഉണ്ടായി. സഹിക്കവയ്യാതെ നിവൃത്തികേടുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നു. ഈ രാജ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, സത്യസന്ധനായ ഒരു രാജാവാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. താങ്കൾ ഒരിക്കലും അനീതി ചെയ്യുകയില്ല എന്നും ഞങ്ങൾക്കറിയാം. താങ്കളിൽ നിന്ന് ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചുരുക്കമാണ്. ഇത് കേട്ടപ്പോൾ നജ്ജാഷി വല്ലാതെയായി. കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പൂജാരിമാരും പുരോഹിതന്മാരും വല്ലാതെ പ്രയാസപ്പെട്ടു. നജ്ജാഷി ചോദിച്ചു, ആ വന്നിരിക്കുന്ന പ്രവാചകൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, അള്ളാഹുവിൽ നിന്ന് ഒരു വേദഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. നജ്ജാഷി ചോദിച്ചു, എങ്കിൽ ശരി, അദ്ദേഹം കൊണ്ടുവന്ന വേദഗ്രന്ഥമുണ്ടല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് താങ്കൾ ഇവിടെ പാരായണം ചെയ്യാമോ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയമിലെ 16-ാമത്തെ ആയത്ത് മുതൽ 32-ാമത്തെ 31-ാമത്തെ ആയത്ത് വരെ അദ്ദേഹം പാരായണം ചെയ്തു. ആ ആയത്തുകൾ ഇപ്രകാരമാണ്: വദ്കുറു ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. സൂറത്ത് മറിയമിലെ 16-ാമത്തെ ആയത്ത് മുതൽ 31-ാമത്തെ ആയത്ത് വരെ അദ്ദേഹം പാരായണം ചെയ്തു. ഇത് കേട്ട് ഈ പാരായണം കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഷ അറബിയാണ്, അവർക്കത് കേട്ടാൽ മനസ്സിലാകും. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ പാരായണം ചെയ്ത ഭാഗത്ത് അല്ലാഹു പറയുന്ന കാര്യങ്ങൾ, ഒന്ന് മറിയം ബീവിയെ സംബന്ധിച്ചാണ്. കാരണം എത്യോപ്യയിൽ മഹാഭൂരിപക്ഷവും ക്രൈസ്തവരാണ്. നജ്ജാഷി എന്ന രാജാവ് ക്രിസ്ത്യാനിയായിരുന്നു. ആ രാജ്യം ഭരിക്കുന്നത് ക്രൈസ്തവ ആ സമുദായമായിരുന്നു. അവർക്ക് ബൈബിളിൽ വിശ്വാസമുണ്ട്, അവർക്ക് ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്, മറിയം ബീവിയിൽ വിശ്വാസമുണ്ട്. ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് പാരായണം നിർത്തിയപ്പോൾ കണ്ട കാഴ്ച, പുരോഹിതന്മാർ കരയുന്നു. നജ്ജാഷിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് വരുന്നു. അവരൊക്കെയും വല്ലാതെ അറിയാതെ കരഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, സത്യം ബോധ്യപ്പെടുമ്പോൾ
നാം അറിയാതെ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. അസത്യത്തിൽ ജീവിച്ചവർക്ക് സത്യം ബോധ്യപ്പെടുമ്പോ അറിയാതെ കണ്ണു നിറയും. അത് സങ്കടത്തിന്റെ കണ്ണുനീരല്ല, അത് ദുഃഖഭാരത്തിന്റെ കണ്ണുനീരല്ല, മറിച്ച് ബോധ്യപ്പെട്ട സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. നജ്ജാഷി കരഞ്ഞു, നജ്ജാഷിയുടെ താടിരോമങ്ങൾ നനഞ്ഞു, പുരോഹിതന്മാർ തലകുനിച്ച് കരയുന്നു. എന്താണ് ഇവിടെ പറഞ്ഞത്? മറിയം ബീവിയെ സംബന്ധിച്ച്, ഈസാ നബി അലൈഹിസലാം അവരെ സംബന്ധിച്ച്. ഈസാ നബി അലൈഹിസലാമിനെ മറിയം ബീവി ഗർഭം ധരിച്ചതുമായി ബന്ധപ്പെട്ട് ബത്ലഹേമിൽ അഥവാ ഇന്നത്തെ ആ ജെറൂസലം, അവിടെ ഈസാ നബി അലൈഹിസലാമിനെ മറിയം ബീവി പ്രസവിച്ചതുമായി ബന്ധപ്പെട്ട് മറിയം ബീവി ഒറ്റപ്പെട്ടത് കാരണം ജനം മറിയം ബീവിയെ ആക്ഷേപിച്ചത്. അങ്ങനെ ഒറ്റപ്പെട്ട മറിയം ബീവി അനുഭവിച്ച ദുഃഖവും പ്രയാസങ്ങളും വളരെ കൃത്യമായി ആദരിച്ചുകൊണ്ട് അള്ളാഹു മറിയം ബീവിയെയും ഈസാ നബിയെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമുള്ള ഒരു വർത്തമാനമാണ് ഈ 16 മുതൽ. ഈ സൂറത്ത് മറിയം മുഴുവനും അത് തന്നെയാണ്. കുറച്ചു ഭാഗങ്ങളെ വ്യത്യാസങ്ങളുള്ളൂ. അധ്യായത്തിന്റെ പേര് തന്നെ മറിയം എന്നാണ്. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അബുസീനിയൻ പലായനവും സൂറത്ത് മറിയമും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു ഇങ്ങനെ ഒരു പലായനം വരാനുണ്ട്, ഇങ്ങനെ ഒരു പലായനം മുസ്ലിങ്ങൾ നിർവഹിക്കും. ആ പലായനം നടത്തുന്നത് അബുസീനിയ പോലെയുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യത്തേക്കാണ്. ആ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യത്തേക്ക് മുസ്ലിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് മുസ്ലിങ്ങൾക്ക് നല്ല അവബോധം ഉണ്ടായിരിക്കണം. ആരാണ് യേശു ക്രിസ്തു അഥവാ ഈസാ നബി അലൈഹിസ്സലാം എന്ന് മുസ്ലിങ്ങൾ അറിഞ്ഞിരിക്കണം. ബഹുദൈവ ആരാധകർക്കിടയിൽ ജീവിച്ച മുസ്ലിങ്ങൾക്ക് ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് മുസ്ലിങ്ങൾക്ക് അവഗാഹമില്ല. അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുദൈവ ആരാധകർക്കിടയിലാണ്. ആ സമയത്താണ് സൂറത്ത് മറിയം അവതരിക്കുന്നത്. സൂറത്ത് മറിയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ പഠിപ്പിക്കുന്നു. അത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ മനഃപ്പാഠമാക്കുന്നു, ശരിക്കും മനസ്സിലാക്കുന്നു. ഇവർ പലായനം ചെയ്ത് ക്രൈസ്തവ രാജ്യത്തേക്ക് എത്തിയപ്പോ ഈ സൂറത്ത് മറിയമിന്റെ ആവശ്യകത അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന് വേറെ ഏതെങ്കിലും സൂറ ഓതിയാ പോരെ. സൂറത്ത് ഫാത്തിഹ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. സൂറത്ത് നമ്മൾ മക്കി സൂറകൾ എന്ന് പറയുന്ന വേറെയും സൂറകളുണ്ട്. അതൊന്നും ഓതാതെ, അതും സൂറത്ത് മറിയം ആദ്യം മുതൽ ഓതാതെ 16-ാമത്തെ ആയത്ത് മുതൽ 31-ാമത്തെ ആയത്ത് വരെ വളരെ കൃത്യമായി ഒരു ഹിക്മത്തോടുകൂടി തന്ത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ജഅഫർ ബിൻ അബീ ത്വാലിബ് പാരായണം ചെയ്തെങ്കിൽ അത് നബിയുടെ ക്ലാസിന്റെ മികവാണ്, നബി പകർന്നു കൊടുത്ത അറിവാണ്. നജാഷി സങ്കടപ്പെട്ടു എന്ന് മാത്രമല്ല, പുരോഹിതന്മാരും വല്ലാതെയായി. അവർക്ക് സത്യം ബോധ്യപ്പെടുന്നു. എന്നിട്ട് അവരെ പിരിച്ചുവിട്ടു. തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല, നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലമത്രയും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം എന്ന് നജ്ജാഷി അവരോട് പറയുന്നു. സന്തോഷത്തോടെ അവർ പിരിഞ്ഞുപോയി. പക്ഷേ ഈ വന്ന പ്രതിനിധികൾ, ഖുറൈശി പ്രതിനിധികൾ അടങ്ങിയിരുന്നില്ല. പ്രത്യേകിച്ച് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇവരെയും കൊണ്ടേ തിരിച്ചു പോകൂ. അത്ര കഴിവുറ്റ അദ്ദേഹം നജ്ജാഷിയോട് പറഞ്ഞു, വന്നിരിക്കുന്നവര് നിങ്ങളുടെ യേശുവിനെ കുറിച്ച് മോശമായത് പറയുന്നുണ്ട്. അവിടെ വർഗീയത ആളിക്കത്തിക്കാനാണ് നോക്കിയത്. നിങ്ങൾ വിശ്വസിക്കുന്ന യേശു അഥവാ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ച് മോശമായത് പറയുന്നു, നിങ്ങൾ അതൊന്ന് ചോദിച്ചു നോക്കൂ. പിറ്റേ ദിവസം വീണ്ടും യോഗം വിളിക്കുന്നു, എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ആരാണ് നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പഠിപ്പിച്ച ഈസാ നബി അഥവാ യേശു ക്രിസ്തു ആരാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി വ്യക്തമാണ്. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ കലിമത്താണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ തന്ത്രപരമായ സമീപനത്തിലൂടെ, പ്രത്യേകമായ അനുവാദത്തിലൂടെ ജനിച്ച ഒരു പ്രവാചകൻ മാത്രമാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. ഒട്ടും സംശയിക്കാതെ നജ്ജാഷി കൊടുത്ത ഉത്തരം ബൈബിളും ഖുർആനും ഒരുപോലെയാണ് പറയുന്നത്. അദ്ദേഹം ഒരു വര വരയ്ക്കുന്നു. ഈ വരയും നിങ്ങളും, ഈ വരയും ഞാനും തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടോ അത്രയും അടുപ്പം ഞാനും നിങ്ങളും തമ്മിൽ ഉണ്ട്. ഈ നജ്ജാഷി പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി.
ഇതാണ് അബുസീനിയൻ പലായനത്തിന്റെ ഒരു ചിത്രം. ഇതിങ്ങനെ സവിസ്തരിച്ച് പറയാൻ സമയമില്ല. പ്രിയമുള്ളവരെ, 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, പലായനം എന്നത് പരാജയമല്ല. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ വല്ലദീന ഹാജറൂ വഉഖ്രിജൂ മിൻ ദിയാരിഹിം, പലായനം ചെയ്തവർ, അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ആട്ടി പുറത്താക്കപ്പെട്ടവർ, വഉദൂ ഫീ സബീലി, അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് കൊടിയ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ, വഖാതലൂ വഖുതിലൂ, പടച്ചവന്റെ ദീനുമായി ബന്ധപ്പെട്ടുള്ള ജിഹാദ് അതിലേർപ്പെട്ടവർ, യുകഫിറു അൻഹും സയ്യിആതിഹിം, അവർക്ക് അവരുടെ പാപങ്ങളെ നാം പുറത്തു കൊടുക്കുന്നു, വഉദ്ഖിലുഹും ജന്ന, അവർക്ക് നാം സ്വർഗ്ഗം ഒരുക്കുന്നു, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ഉദ്യാനങ്ങൾ നാം അവർക്ക് വേണ്ടി സമ്മാനിക്കുന്നു. പലായനം അഥവാ ഹിജ്റ എന്നത് വിമോചനം, അതിലേക്കുള്ള ഒരു പുറപ്പാടാണ്. ഈ ഒരു അബിസീനിയൻ പലായനത്തെ മുൻനിർത്തി ഒന്ന് ആലോചിച്ചാൽ, എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഈ 83 സ്വഹാബിമാർ, ഈ 11 വനിതകൾ ഭൗതികമായ കണ്ണോടെ നോക്കുമ്പോൾ നമ്മൾ പറയും അവർക്ക് ഭ്രാന്താണ്. അവരെന്തിന്, എന്തൊക്കെ സുഖകരമായിട്ട് ഇവിടെ ജീവിക്കാം, പക്ഷെ അവരിതാ പോകുന്നു. പക്ഷേ ആ പോക്ക് വിമോചനത്തിലേക്കുള്ള ഒരു പോക്കാണ്. അബുസീനിയ മുഴുവൻ പിന്നീട് ഇസ്ലാം വ്യാപിക്കുന്നു. ഇന്നത്തെ എത്യോപ്യ, ഈ ആഫ്രിക്കൻ രാജ്യം, ആ രാജ്യമെന്ന് പൂർണ്ണമായിട്ടും മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. അത് ഏത് രൂപത്തിലാണ് മാറിയത്, ആ ചരിത്രം ഒന്ന് പഠിക്കേണ്ടതാണ്. അപ്പോൾ വിമോചനത്തിലേക്കുള്ള ഒരു പുറപ്പാടാണ് പലായനം. അത് പരാജയമല്ല, തോൽവിയല്ല എന്ന് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് 2 ചോദ്യമാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രഭാഷണമാണ്. ഒരു പണ്ഡിതനല്ലാത്ത, പണ്ഡിത വേഷധാരിയല്ലാത്ത സാധാരണക്കാരനായ ആട്ടിടയൻ ഇസ്ലാമിനെ കുറിച്ച് എത്രമാത്രം മനസ്സിലാക്കി. ഒരു പ്രധാനപ്പെട്ട വേദിയിൽ, ആ കൊട്ടാരത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെ അള്ളാഹുവിന്റെ ദീനിനെ അദ്ദേഹം പ്രബോധനം ചെയ്ത രീതി, എത്ര കൃത്യവും വ്യക്തവുമായ ശൈലിയിൽ ആ രാജസദസ്സിൽ അള്ളാഹുവിന്റെ ദീൻ അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള യോഗ്യത നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ, അറിവ്, പക്വത നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എന്തും ത്യജിക്കാനുള്ള ത്യാഗസന്നദ്ധത, ആദർശത്തിന് വേണ്ടി, ആദർശമാർഗത്തിൽ എന്തും ബലി കൊടുക്കാനുള്ള ഒരു സന്നദ്ധത, അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരാവുക എന്നതിന്റെ ആശയമത. എന്തും പടച്ചവന്റെ മാർഗത്തിൽ ത്യജിക്കാനുള്ള സന്നദ്ധത, ആ ത്യജിക്കൽ ഒരിക്കലും പരാജയമല്ല. അത് വിജയത്തിലേക്കുള്ള, അത്യുന്നതമായ സ്വർഗത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് എന്നുകൂടി നമ്മൾ ഈ സംഭവത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്ത മറ്റൊരു പലായനം, മദീന പലായനം, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.